ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് തമിഴ്നാട് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സുഖിയൻ പോലെയും അല്ലെങ്കിൽ ഉണ്ണിയപ്പം പോലെയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. അതിന് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂറോളം കുതിർന്നാൽ മതിയാവും. അതിനുശേഷം ഒരു കുക്കറിലേക്കിട്ട് ഒരു ലേശം ഉപ്പൊടി ഇട്ടിട്ട് ഒരു 2-3 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളമായിട്ടൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി 2 വിസിൽ. നമുക്ക് ഈ കടലപ്പരിപ്പ് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഇതേ നമ്മളിങ്ങനെ ഒരു ഫിംഗറിൽ വെച്ചൊന്ന് ഞെരിച്ച് നോക്കുമ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് വരണം, അത്ര മതിയാവും. ഇനി നമുക്കിതൊരു മാഷർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ബൈറ്റ് ഇരുന്നോട്ടെ. ഇനിയിപ്പം നന്നായിട്ട് നിങ്ങൾക്ക് അരച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ 1-2 തവണ ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും. ഞാനിതിപ്പോൾ ഒരു സ്മാഷർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതോടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കടലപ്പരിപ്പും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യം ഈ ശർക്കരയും ഈ പരിപ്പും എല്ലാം കൂടി ആയിട്ട് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പയ്യെ വെള്ളം വറ്റിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് വറ്റിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും കേട്ടോ. എനിക്കൊരു 10 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലേക്ക് റെഡിയായി വരാൻ. ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി കിട്ടും. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി പാനിൽ നിന്നെല്ലാം വിട്ടു പോരുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടട്ടെ, കാരണം നമുക്കിത് ഉരുളകളാക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പോൾ ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കുക. വലിപ്പമുള്ള ഉരുള വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനത് ചെറുതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ ഉരുളകളാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ പാകത്തിന് എത്ര നമ്മൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അത്ര തന്നെ ബോൾസ് ഇതെടുക്കുക. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമുക്കിത് എപ്പോഴാണോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യം അപ്പം നമുക്ക് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ദോശമാവുള്ളവർ ദോശമാവ് എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ലെങ്കിൽ മൈദ കലക്കിയതെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഓരോരോ ബോൾസും ദോശമാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്ത് കിട്ടും. ഇതൊരു ദോശമാവ് ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ, തീരെ എണ്ണയല്ല. അങ്ങനെ നമ്മൾ കോരി എടുത്തിട്ട് എണ്ണയിലേക്കിട്ട് ഇത് പൊരിച്ചെടുക്കുക. ഇത് നമ്മൾ സുഖിയനൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിന് സുവിയം എന്നാണ് തമിഴ്നാട്ടുകാർ പറയുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ എപ്പോഴും ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ഫില്ലിങ്ങും കാര്യമൊക്കെയാണ്. നമ്മൾ ബോളിക്കൊക്കെ മാത്രമല്ലേ നമ്മൾ ഈ ഫില്ലിങ് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതിങ്ങനെയെല്ലാം നമ്മൾ എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് അത്രയും എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കുക. 2 വശവും നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ
നമുക്ക് ഈ സ്നാക്ക് റെഡിയാവും. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ദോശമാവായതുകൊണ്ട് തന്നെ നമുക്കൊരു തിൻ ലെയർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മൊരിഞ്ഞിരിക്കും. നമ്മൾ മൈദയാണെങ്കിൽ നമുക്ക് ഇത്ര മൊരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഈ സുഖിയനൊക്കെ കഴിക്കുമ്പം ആ പുറത്തെ ആ ഒരു ലെയർ വരത്തില്ലേ, അതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെയർ ആയിരിക്കും മൈദയാണെങ്കിൽ. ദോശമാവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മണമൊക്കെയുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്രയാണോ ഉണ്ടാക്കി എടുക്കേണ്ടത് അത്ര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദേ ഇപ്പോൾ വൈകിട്ട് ചായക്കടിക്കായിട്ട് ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ നല്ല ടെംപ്റ്റിംഗ് ആണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യാം. നാളെ നമ്മൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഞാൻ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒത്തിരി ചെറിയ ചെറിയ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയിക്കുക.